ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് ജുമാ പ്രഭാഷണങ്ങളിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് യുവതയുടെ വിജയവും പരാജയവും എന്നൊരു വിഷയമാണ്. തുടർന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനാണ് ഇന്നത്തെ പ്രഭാഷണത്തിലൂടെ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിൻ്റെ മിസൈൽ ശില്പിയായിരുന്ന ISROയുടെ മുൻ ചെയർമാനായിരുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ 11ാമത്തെ പ്രസിഡൻ്റ് കൂടിയായിരുന്ന APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന് ശ്രദ്ധേയമായ ധാരാളം പുസ്തകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മിഷൻ ഇന്ത്യ, എ വിഷൻ ഫോർ ഇന്ത്യൻ യൂത്ത് എന്ന പുസ്തകം. അത് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തിട്ടുണ്ട്, മൊഴിമാറ്റം നടത്തപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ ആ പുസ്തകം അറിയപ്പെടുന്നത് യുവത്വം കൊതിക്കുന്ന ഇന്ത്യ എന്നാണ്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്, പ്രത്യേകിച്ച് യുവാക്കൾ. കാരണം ഇന്ത്യയിലെ ജനസംഖ്യയെ സംബന്ധിച്ച്, യുവാക്കളുടെ ജീവിത രീതിയെ സംബന്ധിച്ച്, അവർ ആരായിത്തീരണമെന്നതിനെ സംബന്ധിച്ചൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് ആ പുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 50% 25 വയസ്സിന് താഴെയുള്ളവരാണെന്ന് ആ പുസ്തകത്തിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 65% 35 വയസ്സിൽ താഴെയുള്ളവരാണെന്നും അതിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അടുത്തിടയ്ക്ക് നടന്ന 2018 ഒരു പഠനമുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യം നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യ രാജ്യമാണ്. 600 മില്യൺ യുവാക്കൾ ഈ ഇന്ത്യ രാജ്യത്ത് ഉണ്ട് എന്ന് ആ പഠനം വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ യുവാക്കളുടെയും 25 35 വയസ്സ് പ്രായത്തിന് താഴെയുള്ളവരുടെയും പോപ്പുലേഷൻ, അവരുടെ ജനസംഖ്യാ കണക്ക് കൊണ്ടുവന്നത് നാം ഓരോരുത്തരും നമ്മുടെ മഹല്ലത്തിലുള്ള കുടുംബത്തിൻ്റെ യുവതയുടെ എണ്ണം കണക്കാക്കുന്നതിനും അവരുടെ പോപ്പുലേഷൻ മഹല്ലടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ്. രാജ്യത്തെ യുവാക്കളുടെ ജനസംഖ്യയാണ് ഈ പറഞ്ഞതെങ്കിൽ, നമ്മുടെ മഹല്ലത്തിൽ ആനുപാതികമായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ 50%, 65% 25 വയസ്സിന് താഴെയുള്ളവരും 35 വയസ്സിന് താഴെയുള്ളവരുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലുള്ള കണക്ക് മഹല്ലടിസ്ഥാനത്തിൽ എടുക്കുകയാണ് എങ്കിൽ യുവാക്കളായിരിക്കും നമ്മുടെ പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ യുവാക്കളെ, ഈ കൗമാരപ്രായക്കാരെ നമ്മുടെ പള്ളികളിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പരിതാപകരം. പലപ്പോഴും 5 വഖ്ത് നിസ്കാരങ്ങളിൽ നമ്മുടെ പള്ളികളിൽ യുവാക്കൾ വരുന്നുണ്ട് എങ്കിൽ അത് ബംഗാളിൽ നിന്നോ, ബീഹാറിൽ നിന്നോ, ഒറീസയിൽ നിന്നോ, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നോ നമ്മുടെ പ്രദേശത്ത് വന്ന് കഴിയുന്ന മുസ്ലിം യുവാക്കളാണ്, കൗമാരപ്രായക്കാരാണ്. പ്രിയപ്പെട്ടവരെ, എന്താണിത് അർത്ഥമാക്കുന്നത്? യുവസമൂഹം ദീനിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കർമ്മോത്സുകതയുടെ കാലഘട്ടത്തിൽ കർമ്മനിരതരാകേണ്ടുന്ന അവർ കർമ്മശൂന്യരായി മാറിക്കൊണ്ടിരിക്കുന്നു. തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും മുൻകാലഘട്ടത്തിനേക്കാൾ കൂടുതൽ യുവസമൂഹം അബദ്ധസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നു.
സർവസ്വതന്ത്രരായി ജീവിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇടയിലുള്ള യുവതി യുവാക്കൾ. പല പഠനങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വിവാഹം പോലും വേണ്ട എന്ന തീരുമാനത്തിലേക്കും തലത്തിലേക്കും യുവതി യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും പല പിതാക്കന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ ദുഃഖത്തോടുകൂടി കഥനത്തോടുകൂടി അവർ പറയുന്നത്, പ്രായാധിക്യമായിട്ടും അഥവാ വിവാഹം കഴിക്കേണ്ടുന്ന പ്രായം കഴിഞ്ഞിട്ടും വിവാഹത്തിന് തയ്യാറാകാത്ത ആൺമക്കളും പെൺമക്കളുമാണ് കുടുംബങ്ങളിൽ ഉള്ളത് എന്നാണ്. കാരണം സർവസ്വതന്ത്രരായി ഒരുവിധമായ നിയന്ത്രണവുമില്ലാതെ ആരുടെയും കീഴിൽ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാതെ സ്വതന്ത്രമായി സ്വന്തം കാലിൽ തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കണം എന്നുള്ള മനോഗതി വളർന്നു വരുന്ന തലമുറയിൽ കൂടുതലായി കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സാഹചര്യത്തിലാണ് മഹല്ലടിസ്ഥാനത്തിൽ കൃത്യമായി നാം കണക്കെടുപ്പ് നടത്തേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലുള്ള ജനസംഖ്യ മഹല്ലിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടും നാം കണക്കെടുപ്പ് നടത്തിക്കൊണ്ട് ഈ സമുദായത്തിൻ്റെ നെടും തൂണുകളായി നിലകൊണ്ടുകൊണ്ട് നാളെ ഈ സമുദായത്തെ നിയന്ത്രിക്കുന്നതിനും ഈ സമുദായത്തെ ഏറ്റെടുത്ത് എല്ലാ മേഖലകളിലും ശക്തിപ്പെടുത്തുന്നതിനും കാരണമായി തീരേണ്ടുന്ന പുതുതലമുറ, യുവതലമുറ, കൗമാരപ്രായക്കാർ അവർ എത്രത്തോളം ഓരോ കുടുംബങ്ങളിലുമുണ്ട്, അവരുടെ ജീവിത നിലവാരം ഏതൊരവസ്ഥയിലാണ്, ഭൗതികമായിട്ടും ആത്മീയമായിട്ടുമുള്ള അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമെന്ത്, അവരിൽ തൊഴിലുള്ളവർ എത്ര പേരുണ്ട്, തൊഴിലില്ലാത്തവർ എത്ര പേരുണ്ട്, കുറച്ചൊക്കെ ദീനുമായിട്ട് ബന്ധമുള്ളവർ എത്ര പേരുണ്ട്, തീരെ ബന്ധമില്ലാത്തവർ എത്ര പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മഹല്ലിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ കണക്കുകൾ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം കുറച്ച് വർഷവും കൂടി ഈ തലമുറ ഇങ്ങനെയൊക്കെ പോകും. ഒരു 10 വർഷവും കൂടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത തലമുറ ഏതൊരവസ്ഥയിലായിരിക്കും മഹല്ലത്തുകളെ നോക്കിക്കാണുന്നത്? ദീനി സ്ഥാപനങ്ങളെ നോക്കിക്കാണുന്നത്, ദീനിൻ്റെ നിയമങ്ങളോടുള്ള സമീപനം, ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലാണ് നമ്മുടെ പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, ഒഴുക്കിനൊത്ത് നീന്താൻ മാത്രം നമ്മുടെ യുവതലമുറ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിന് അവരെ വേണ്ടുന്ന രീതിയിൽ വളവും വെള്ളവും കൊടുത്ത് ശക്തിപ്പെടുത്തുന്നതിന് ധാരാളം ഭൗതിക പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് മതനിരാസ പ്രസ്ഥാനങ്ങൾ ഇവിടെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയും അതിനുവേണ്ടി അവർ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് പ്രായം ചെന്നവർ ഈ വിഷയത്തിൽ വളരെ ജാഗ്രത കാണിക്കണമെന്നാണ് വീണ്ടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാം മാതൃക നമ്മുടെ റസൂലിലാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുയായികളിൽ നിന്നും ആർക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്? ആ സ്വഹാബത്ത് ഏത് രീതിയിലായിരുന്നു ദീനുമായിട്ടുള്ള സമീപനം അവർക്കുണ്ടായിരുന്നത്? ഇന്നലകളിൽ ചരിത്രം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിൽ പുതിയ തീരുമാനങ്ങളുമായിട്ട് ഭാവിയെ നേരത്തെ കണക്ക് കൂട്ടിക്കൊണ്ട് ജീവിക്കേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിംകളാകുന്ന നാം, അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടുതൽ ഗൗരവത്തോടുകൂടി നിങ്ങളോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട പിതാക്കന്മാര്, എന്നും ഉസ്താദിന് ഈ വിഷയമേ ഉള്ളോ എന്ന്
നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മുടെയൊക്കെ ജീവിതം ഏകദേശം ഒരു പരുവത്തിലായിരിക്കുകയാണ്. ഇനി വരുന്നൊരു തലമുറയാണ് നമ്മുടെ മഹല്ല് കൈകാര്യം ചെയ്യേണ്ടത്, നമ്മുടെ മദ്രസ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, നമ്മുടെ നിലനിൽപ്പിന് ശക്തി പകരേണ്ടത്, സമുദായത്തിലും സമൂഹത്തിലും രാജ്യത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറ്റകരമായ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിനെ ശക്തിപ്പെടുത്തിയത് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽ നിന്നും യുവാക്കളെ കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിനെ ശക്തിപ്പെടുത്തിയിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുമായിരുന്നു, അൽ മുഅ്മിനുൽ ഖവിയ്യു, ശക്തനായ കരുത്തനായ മുഅ്മിൻ സത്യവിശ്വാസി, ഖൈറുൻ, അവനാണ് ഏറ്റവും ഗുണവാൻ, വഅഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, മിനൽ മുഅ്മിനിൽ ലഈഫ്, ബലഹീനനായ കരുത്തില്ലാത്ത അശക്തരായ സത്യവിശ്വാസികളെക്കാൾ, വഫീ കുല്ലിൻ ഖൈർ, എല്ലാവരിലും ഖൈറുണ്ട്. പക്ഷേ ദീനിന് ഗുണകരമാകുന്ന നിലയിൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വ്യാപനത്തിന് ഉപകരിക്കുന്ന നിലയിൽ, ദീനിനെ ശക്തിപ്പെടുത്തുന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായവൻ, അള്ളാഹുവിന് വേണ്ടപ്പെട്ടവൻ ശക്തനായ മുഅ്മിനാണ്, യുവാവായ മുഅ്മിനാണ്, കരുത്തുള്ള മുഅ്മിനാണ്. ഇഹ്രിസ് അലാ മാ യൻഫഉക, ആയതിനാൽ മുഅ്മിനെ, നിനക്ക് ഗുണകരമായ കാര്യം എന്താണോ എന്ന് നീ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിനുവേണ്ടി നീ പ്രയത്നിക്കുക, അതിന് നീ കൂടുതൽ താല്പര്യമുള്ളവനാകുക. വസ്തഇൻ ബില്ലാഹ്, എല്ലാത്തിലും നീ അള്ളാഹുവിനോട് സഹായം തേടുക. വലാ തഅജസ്, നീ ദുർബലനായി പോകരുത്. നീ ദുർബലനല്ല, നിന്നിൽ ഒരുപാട് സ്കില്ലുകൾ, കഴിവുകൾ ഉണ്ട്. അതെല്ലാം കണ്ടെത്തി പുറത്തു കൊണ്ടുവന്ന് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് സമൂഹം നിലനിൽക്കുന്നതിന് ധാർമ്മികമായ സമൂഹത്തിൻ്റെയും കൂടി ഉത്തരവാദിത്തമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത് നബിയുടെ സഹാബാക്കളുടെ ഇടയിലുണ്ടായിരുന്ന യുവാക്കളെയായിരുന്നു. അവരെ കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം ശക്തിപ്പെടുത്തിയിരുന്നത്. നബിയുടെ പ്രാർത്ഥന സഹാബാക്കൾ പറയുന്നുണ്ട്. ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ പരസ്യപ്രബോധനത്തിന് പോലും സാഹചര്യമില്ലാത്ത വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഖമിൽ വെച്ച് പടച്ച തമ്പുരാനോട് പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു എന്ന് മഹാനായ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പലപ്പോഴുമുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം, അല്ലാഹുവേ ഈ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ. ബി ഉമർ ബിനുൽ ഖത്താബ്, ഖത്താബിന്റെ പുത്രനാകുന്ന കരുകരുത്ത യുവാവാകുന്ന ഉമറിനെ കൊണ്ട്, ഔ ബി അബിൽ ഹക്കം ബിൻ ഹിഷാം, അല്ലെങ്കിൽ അബുൽ ഹക്കം എന്ന യഥാർത്ഥ പേരുള്ള അബൂജഹൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിഷാമിന്റെ പുത്രനെ കൊണ്ട്, മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തിനും പോകുന്ന രണ്ട് യുവാക്കളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ ഉമർ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബൂജഹല്. ഈ രണ്ടു പേരിൽ ഒരാളെ കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു എന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരി ഫാത്തിമയുടെ ഭർത്താവ് സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഉമർ റളിയല്ലാഹു അൻഹു എത്തിപ്പെടുമ്പോൾ മഹാനായ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഈ പ്രാർത്ഥന അനുസ്മരിക്കുന്നുണ്ട്. അനുകൂലമായ സാഹചര്യമാണ് ഉമറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് കണ്ടപ്പോൾ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്കും
സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനും ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇക്കാര്യം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വ്യക്തമായും കൃത്യമായും സമൂഹത്തിലുള്ള പോപ്പുലേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നു. ജനങ്ങളുടെ പ്രായം എന്താണ്, അവരിൽ ആരെ കൊണ്ടാണ് ദീനിനെ ശക്തിപ്പെടുത്താൻ കഴിയുന്നത്, ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥനാ നിരതനാകുമായിരുന്നു. അള്ളാഹു ഈ പ്രാർത്ഥനയെ സ്വീകരിച്ചത് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. പ്രിയപ്പെട്ടവരെ, 24 വയസ്സുള്ളപ്പോഴാണ് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇസ്ലാമിൽ കടന്നു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ വെച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പുൽകി. അതിനുശേഷം നബിയോട് ചോദിക്കുന്നത്, നബിയെ, എന്തിനാണ് ഈ സത്യപ്രസ്ഥാനത്തെ ഇങ്ങനെ രഹസ്യമാക്കി പ്രബോധനം ചെയ്യുന്നത്? നമുക്ക് പരസ്യമാക്കി പ്രബോധനം ചെയ്തുകൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ, ഇനി ആവാം ഉമറെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെയാണ് ഇസ്ലാമിന്റെ പരസ്യ പ്രബോധനം തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് 24 വയസ്സുള്ള മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ധീരതയും ശൂരത്വവും ആ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഉമർ റളിയല്ലാഹു അൻഹുവിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുകയാണ് ഉണ്ടായത്. നമുക്കറിയുമല്ലോ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിവര്യന്മാരുണ്ട്. ആ 10 പേരുടെയും പ്രായം നിങ്ങൾ പരിശോധിക്ക്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, തൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. ഈ 10 പേരാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ. ഇവർക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർട്ടിഫൈ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അവരുടെ പ്രായം എത്രയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയാണ്. നബി തങ്ങൾക്ക് നബുവത്ത് കിട്ടിയ ആ സമയത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പ്രായം 38. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രായം 34 ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ നബി തങ്ങളുടെ 2 മക്കളെ വിവാഹം കഴിക്കാനും പിന്നീട് ഖലീഫയാകാനും ഭാഗ്യം ലഭിച്ച മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഞാൻ ഉമർ റളിയല്ലാഹുവിന്റെ കാര്യം പറഞ്ഞു. മഹാനായ അലി റളിയല്ലാഹു അൻഹു കഴിഞ്ഞ ആഴ്ച അലി റളിയല്ലാഹുവിന്റെ സംഭവം പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളിൽ പലരും കേട്ടിട്ടില്ല, കേട്ടത് വ്യക്തമായിട്ടുമില്ല. 10 വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ധാരാളം വർഷം ജീവിച്ച് ഇസ്ലാമിന്റെ എല്ലാവിധമായ യുദ്ധങ്ങളിലും പങ്കെടുത്ത മഹാനായ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുന്നത് അറിഞ്ഞുകൊണ്ട് ശത്രുക്കൾ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ യോദ്ധാക്കളെ തിരഞ്ഞെടുത്തുകൊണ്ട് നബി തങ്ങളെ പിടികൂടി വധിക്കുന്നതിന് വേണ്ടി നബി തങ്ങളുടെ വീട് വളഞ്ഞപ്പോൾ 23 വയസ്സുകാരനായ അലി റളിയല്ലാഹു അൻഹുവിനെയാണ് നബി തങ്ങളുടെ വിരിപ്പിൽ കിടത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിനകത്തുണ്ട് എന്ന് ശത്രുക്കളെ ബോധ്യപ്പെടുത്തുന്ന നിലയിൽ ആ വീട്ടിൽ നിന്നും പുറത്തു കിടക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനോട് ഈ കാര്യം പറയുമ്പോൾ സന്തോഷത്തോടുകൂടി അലി റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയാണ്. കാരണം തൻ്റെ വീട്, നിബിതങ്ങളുടെ വീട് വളഞ്ഞ് നിബിതങ്ങളെ പിടികൂടുന്നതിന് പകരം തന്നെ പിടികൂടുമെന്ന് അലി റളിയല്ലാഹു അൻഹുവിന് അറിയാം. പിടികൂടിയാൽ പിന്നെ ഉണ്ടാകുന്നത് എന്താണെന്നും തികച്ചും ബോധമുണ്ട്. പക്ഷേ ആ ദൗത്യം ഏറ്റെടുക്കാൻ 23 വയസ്സുകാരനായ അലി റളിയല്ലാഹു അൻഹു തയ്യാറായി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അത്രയും ധീരനായിരുന്നു, അത്രയും കരുത്തുറ്റ ആളായിരുന്നു മഹാനായ അലി റളിയല്ലാഹു അൻഹു. ഈ 4 ഖലീഫമാരുടെ പ്രായം ഇതാണെങ്കിൽ പിന്നെയുള്ള സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട
അഞ്ചാമനാകുന്ന സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു, കഴിഞ്ഞ പ്രഭാഷണത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രവും നമ്മൾ പറഞ്ഞു. 17 വയസ്സുള്ളപ്പോഴാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ആ മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീരോചിതമായ ചരിത്രം പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കണം. ആറാമനായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന, അല്ലെങ്കിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹുവിന്റെ സംഭവം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം പുൽകുന്നതിന് കാരണക്കാരനായി തീർന്ന വ്യക്തിയാണ് മഹാനായ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹവും ഇസ്ലാമിലേക്ക് കടന്നു വന്നത് 15-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇസ്ലാം പുൽകിയത് പ്രിയപ്പെട്ടവരെ 15-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അതിനുശേഷം ഭാര്യ ഫാത്തിമ ഉൾപ്പെടെ ഇസ്ലാം പുൽകുകയാണ് ഉണ്ടാകുന്നത്. മഹാന്മാരായ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരുടെ പ്രായമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു 30-ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. സമ്പത്ത് മുഴുവനും മക്കയിലെ ഖുറൈശി പ്രമുഖന്മാര് അവിടെ പിടിച്ചു വെച്ചപ്പോൾ, ഒന്നും വേണ്ട, എനിക്ക് എന്നെ ഹിജ്റ പോകാൻ അനുവദിച്ചാൽ മതി, എന്റെ സമ്പത്ത് മുഴുവനും നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് കോടിക്കണക്ക് സമ്പത്തുകൾ ഉപേക്ഷിച്ച് ഇസ്ലാം പുൽകിക്കൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോയ മുഹാജിറായ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അടുത്തത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ്, 32 വയസ്സുകാരനായിരുന്നു. അടുത്തത് തൽഹ റളിയല്ലാഹു അൻഹു ആണ്, 17 വയസ്സുകാരനായിരുന്നു. അടുത്തത് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, വെറും 16 വയസ്സുകാരനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഈ 10 സഹാബികളിൽ അധിക പേരും കൗമാരപ്രായക്കാരായിരുന്നു. ബാക്കിയുള്ളവര് 40-ന് താഴോട്ടുള്ള കഹിലിന്റെ മധ്യ യുവത്വത്തിന്റെ പ്രായത്തിലുള്ളവരായിരുന്നു. അവരെല്ലാം കൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ധാരാളം നേട്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ വ്യാപനത്തിന് ഇവർ വലിയ കാരണക്കാരായി തീർന്നു എന്നുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, മക്കയിൽ നിന്നും മദീനയിലേക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അംബാസഡറായിട്ട് മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുമ്പോൾ, യാത്രയാകുമ്പോൾ, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം വെറും 19 ആണ്. മക്കയിലെ രാജകുമാരനായിട്ട് ഏറ്റവും വലിയ സമ്പന്ന കുടുംബത്തിൽ നിന്നും ഇസ്ലാം പുൽകി. ആ കുടുംബം മുഴുവനും അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തുകയും ബഹിഷ്കരണം നടത്തുകയും ചെയ്തപ്പോൾ, ദരിദ്രനായി ജീവിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി മുഴുവൻ സമയങ്ങളും വിനിയോഗിച്ച മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലെത്തി. മദീനയിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വ്യാപനം അദ്ദേഹത്തിലൂടെയാണ് നടക്കുന്നത്. ഇവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പ്രായമാണ്. നാം മനസ്സിലാക്കേണ്ടത് അവരുടെ യുവത്വം എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയേണ്ടത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വേറെയും പല സഹാബിവര്യന്മാരുമുണ്ട്. മഹാനായ സെയ്ദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വളർത്തുപുത്രനാണ്. മഹാനായ ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു വെറും 30 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവാണ്. ഈ 3 പേരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ലക്ഷത്തോളം വരുന്ന റോമ സാമ്രാജ്യത്തിന്റെ സൈനികരോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി കൊടി ധ്വജവാഹകരായിട്ട്, ലീഡർമാരായിട്ട് തിരഞ്ഞെടുക്കുന്നത്. വെറും 3000 പേരാണ് അവരോടൊപ്പം സൈന്യമായിട്ട് ഉള്ളത്. പക്ഷെ ഈ 3000 പേരെയും കൊണ്ട് ഈ 2 ലക്ഷത്തിന് നേരിട്ട് വിജയം വരിച്ച ഏറ്റവും വലിയ യുദ്ധവിജയമാണ് മുഅത്തത്തിന്റെ രണാങ്കണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഹാബാക്കളെ നേതാക്കന്മാരായി, ലീഡർമാരായി പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞ കാര്യം വളരെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ടതാണ്. കാരണം ആദ്യമായിട്ട് കൊടിപിടിക്കേണ്ടത് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണെന്ന് നബി തങ്ങൾ പറയുന്നു.
എന്നിട്ട് പറയുന്നു രണ്ടാമതായിട്ട് കൊടി പിടിക്കേണ്ടത് ജഅഫർ ബിൻ അബി താലിബാണ് എന്ന്. അതിലൂടെ മനസ്സിലായി ഒന്നാമത്തെ കൊടി പിടിക്കുന്ന ധ്വജവാഹകനാകുന്ന സൈനിക കമാൻഡറാകുന്ന സെയ്ദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ രക്തസാക്ഷിയാകുമെന്ന്. രണ്ടാമതായിട്ട് കൊടി പിടിക്കേണ്ടത് ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ നിർത്തിയില്ല. മൂന്നാമതായിട്ട് കൊടി പിടിക്കേണ്ടത് അബ്ദുല്ലാഹി ബിൻ റവാഹയാണെന്ന് നബി തങ്ങൾ പറയുന്നു. ജഅഫർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഞാൻ ആ യുദ്ധത്തിൽ രക്തസാക്ഷിയാകുമെന്ന്. 32 വയസ്സുകാരനായ ജഅഫർ റളിയല്ലാഹു അൻഹുവാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ യുദ്ധത്തിന്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് യുദ്ധം ജയിക്കുന്ന സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ശത്രുക്കളെ വിട്ടേറ്റുകൊണ്ട് രണാങ്കണത്തിൽ വീഴുകയാണ്. കൊടി കയ്യിൽ നിന്നും ഏറ്റെടുത്തുകൊണ്ട് ജഅഫർ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ കുതിരപ്പുറത്ത് അതിശീഘ്രം ശത്രുക്കളുടെ ഇടയിലേക്ക് ഇരച്ചു കയറുകയാണ്. ആ സന്ദർഭത്തിലാണ് മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ ശത്രു സൈന്യം വളഞ്ഞിട്ടുകൊണ്ട് ആക്രമിക്കുന്നത്. പരമാവധി അവരുടെ മുമ്പിൽ യുദ്ധത്തിന്റെ എല്ലാ അഭ്യാസങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് മഹാനവറുകളെ ശത്രുക്കളെ വെട്ടിവീഴ്ത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ശത്രുക്കൾ മഹാനവറുകളെ വലത് കൈ മുറിക്കുകയാണ്. ആ സന്ദർഭത്തിൽ കൊടി താഴെ വീഴാതെ ഇടത് കൈ കൊണ്ട് പിടിക്കുകയാണ്. ഇടത് കൈയും മുറിക്കപ്പെടുന്നു. അപ്പോൾ കക്ഷത്തോട് ചേർത്ത് കൊടി പിടിക്കുകയാണ്. പിന്നെ അവിടെയും ഛേദിക്കപ്പെടുകയാണ്. അങ്ങനെ മഹാനവറുകള് കരചരണങ്ങള് ആ യുദ്ധത്തിൽ ഛേദിപ്പിക്കപ്പെടുമ്പോൾ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു സ്വർഗത്തെ കാംക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് പാടുന്ന ഒരു കവിതയുണ്ട്. യാ ഹബ്ബദൽ ജന്നത്തു വഖതിറബുഹാ തയ്യിബതൻ ബാരിദത്തുൻ ശറാബുഹാ വറൂമു റൂമുൻ ഖദ്ദനാ അദബുഹാ കാഫിറത്തുൻ ബഈദത്തുൻ അൻസാബുഹാ. സ്വർഗം എത്ര സൗന്ദര്യമുള്ള വീടാണ്. സ്വർഗലോകം എത്രമാത്രം സുഖാസ്വാദനങ്ങളുള്ള ഭൂമികയാണ്. അള്ളാഹുവിന്റെ ഭവനമാണ്. ആ സ്വർഗത്തിലേക്കുള്ള സാമീപ്യമാണ് ഞാനിപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് എന്നവസാനമായിട്ട് മരണത്തിനോടും മല്ലടിക്കുമ്പോൾ സ്വർഗത്തിന്റെ കാര്യം കൊതിച്ചുകൊണ്ട് മോഹിച്ചുകൊണ്ട് പാടുകയാണ്. എന്നെയും സെയ്ദ് ബിൻ ഹാരിസയെയും വധിച്ചു എന്നതുകൊണ്ട് റോമാക്കാരെ നിങ്ങൾ ജേതാക്കളാകുകയില്ല. എന്റെ പിന്നിൽ ഇനിയും ഒരുപാട് യുദ്ധഭടന്മാരുണ്ട്. അവരെല്ലാം മൃത്യു വരിക്കുന്നതിന് വേണ്ടി ഷഹാദത്തിനെ കാംക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തു നിന്നും രക്തസാക്ഷിയാകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലാണ്. ഈ സന്ദർഭത്തിൽ നബി തങ്ങൾ ആ യുദ്ധത്തിന് പോയിട്ടില്ല. ഈ രണ്ടുപേരുടെയും രക്തസാക്ഷിത്വം അറിഞ്ഞ് അവസാനം മൂന്നാമതായിട്ട് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാകുന്നത് അറിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ മെമ്പറിൽ കയറുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുള്ള സഹാബാക്കളെ സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന ജഅഫർ ബിൻ അബി താലിബ്, തീർച്ചയായും ജഅഫർ ബിൻ അബി താലിബ് മഅ ജിബ്രീല വ മീകാഈല ലഹു ജനാഹാൻ അവ്വലഹു അല്ലാഹു മിൻ യദൈഹി യതീറു ബിഹിമാ ഫിൽ ജന്നത്തി ഹൈസു ഷാ സല്ലമ അലയ്യ. സഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ മെമ്പറിൽ നിന്നുകൊണ്ട് ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗ്ഗത്തിലെ ഉയർന്ന സ്ഥാനം നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ വിവരിച്ചു കൊടുക്കുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന ജഅഫർ ബിൻ അബി താലിബ്, തീർച്ചയായും മൂത്തത്തിന്റെ രണാങ്കണത്തിൽ രക്തസാക്ഷിയായ ജഅഫർ ബിൻ അബി താലിബ് മഅ ജിബ്രീല വ മീകാല, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പവും മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പവുമാണ്. ലഹു ജനാഹാനി, അദ്ദേഹത്തിന് 2 ചിറകുകളുണ്ട്. യതീറു ബിഹിമാ, ആ 2 ചിറകുകൾ അദ്ദേഹത്തിന് അല്ലാഹു നൽകിയത് അദ്ദേഹത്തിന്റെ 2 കൈയും ഇസ്ലാമിന് വേണ്ടി യുദ്ധത്തിൽ അദ്ദേഹം നൽകിയത് കൊണ്ടാണ്. ആ 2 ചിറകു കൊണ്ടും അദ്ദേഹം സ്വർഗത്തിൽ ഉദ്ദേശിക്കുന്നിടത്തെല്ലാം പച്ചപ്പറവയായി പാറിപ്പറക്കുകയാണ്. സല്ലമ അലയ്യ, എനിക്ക് അവിടെ നിന്നുകൊണ്ട് സലാം പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി
തയ്യാറാകുന്നതിന് മുമ്പ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ 18 വയസ്സുകാരിയായ ഭാര്യ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയോട് യാത്ര ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. വെറും ഒക്കത്തിരിക്കുന്ന കുഞ്ഞു മോനോട് യാത്ര ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അവസാനമായിട്ട് ആ മോന്റെ ചുണ്ടോട് തന്റെ ചുണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഉപ്പ പോവുകയാണ് മൂത്തത്തിന്റെ രണാങ്കണത്തിലേക്ക്. അള്ളാഹു വിധി കൂട്ടുമെങ്കിൽ വരാം. സ്വാന്തനത്തിന്റെ വർത്താനമാണ്. തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. പ്രിയപ്പെട്ടവരെ, രക്തസാക്ഷിയാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർത്തമാനത്തിൽ നിന്നും ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷേ എന്നാലും മോനോട് പറയുന്നു അള്ളാഹു വിധി കൂട്ടുമെങ്കിൽ വരാം. ഭാര്യയോട് പറയുന്നു അള്ളാഹു വിധി കൂട്ടുമെങ്കിൽ വരാം. അവർക്കുമുണ്ടായിരുന്നു ഭാര്യമാര്, അവർക്കുമുണ്ടായിരുന്നു മക്കള്, അവർക്കുമുണ്ടായിരുന്നു സമ്പത്ത്. പക്ഷേ ഇതെല്ലാം അവർ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചിലവഴിച്ചുകൊണ്ട്, യുവത്വം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചിലവഴിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ വ്യാപനത്തിന് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത മഹാരഥാന്മാരായ യുവാക്കളാണ്, യുവ സഹാബികളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം അസ്മായുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ യുദ്ധമെല്ലാം കഴിഞ്ഞതിന്റെ ഭർത്താവ് മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മക്കളെല്ലാം കുളിപ്പിച്ചൊരുക്കിക്കൊണ്ട് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണീരൊഴുക്കുകയാണ്. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെയും വിധവയായ ഭാര്യയുടെയും അനാഥകളായ മക്കളുടെയും കാര്യം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള നൂറുകണക്കിനുള്ള യുവാക്കൾ അവരുടെ ജീവനും അവരുടെ സമ്പത്തും എല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ നൽകിക്കൊണ്ട്, പലരും ഭാര്യമാരെ വിധവകളാക്കി മക്കളെ അനാഥകളാക്കിക്കൊണ്ടാണ് പരിശുദ്ധമായ ഈ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ ദീനിന് വേണ്ടി പടപൊരുതിയതും ജീവിച്ചതും. പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് ഇന്നലകളിലെ ചരിത്രം എന്താണെന്ന് നാം പഠിക്കാതെ, പ്രിയപ്പെട്ടവരെ, ഭൗതികമായ ഈ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് പോകുന്ന ഈ ഇന്നിന്റെ തലമുറയെ നേരായ മാർഗത്തിൽ കൊണ്ടുവരിക, അവരെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പരമാവധി ഉപയോഗപ്പെടുത്തുക. അതിനുവേണ്ടി മുതിർന്നവർ നമ്മൾ എന്ത് ഇടപെടലുകൾ നടത്തണമെന്ന് ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിലുള്ള, നമ്മുടെ നാട്ടിലുള്ള യുവാക്കളെ വിവിധ മേഖലകളിലേക്ക് പോകുമ്പോൾ, തെറ്റുകളിലേക്ക് അപഥസഞ്ചാരം നടത്തുമ്പോൾ നാം ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന രീതി എന്ന സമീപനം പാടില്ല.